എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റേറ്റ് ആയിരിക്കുകയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാറ്റഗറി നമ്പർ 250/2023, കേരള വാട്ടർ അതോറിറ്റി ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 27,200 മുതൽ 73,600 വരെയാണ് സാലറി. 1/3/2025 PSCയുടെ ഭാഗത്തു നിന്നും വന്ന നോട്ടിഫിക്കേഷനാണിത്. PSC പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റിൽ, സിൻസ് അണ്ണാമല യൂണിവേഴ്സിറ്റി ഡിഗ്രി ഡിസ്റ്റൻസ് ആഫ്റ്റർ ദ അക്കാഡമിക് ഇയർ 2015-16 അഡ്മിഷൻ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്, യുവർ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി B/T കാറ്റഗറി നമ്പർ 250/2023 ഹാസ് ബിൻ റെജക്റ്റഡ്. മദ്രാസ് ഹൈക്കോടതി വിധി അണ്ണാമലയ്ക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും കൊണ്ട് കാര്യമില്ല. 2022 അതേ അവസ്ഥ തന്നെയാണ് 2025 ഉള്ളത്. മുമ്പ് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, സുപ്രീം കോടതി വിധി വന്നാലേ PSC അംഗീകരിക്കൂ എന്നത്. മദ്രാസ് ഹൈക്കോടതി വിധി കേരള PSC അംഗീകരിക്കുകയില്ല, UGCയും അംഗീകരിക്കില്ല. 2016-17 അക്കാഡമിക് ഇയറിൽ അണ്ണാമല സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥിയെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്താക്കിയത്. നിലവിൽ അറിയാൻ കഴിഞ്ഞത്, കേരള ഹൈക്കോടതിയിൽ നിന്നും 2022-23 കാലഘട്ടത്തിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഭാരതീയർ സംബന്ധിച്ചും പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തവരുടെ ഓർഡർ വാലിഡ് അല്ലെന്നാണ്. UGC സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്, അഥവാ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അവർക്കെല്ലാം ഇനി സുപ്രീം കോർട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. അതേപോലെ തന്നെ ഹൈക്കോർട്ടിൽ നിന്നും ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറയുകയുണ്ടായി 2023 ഡിസംബറിൽ. 2022 പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തതാണ് പറഞ്ഞത്. ആ വിധിയിലാണ് പറഞ്ഞത് സുപ്രീം കോടതിയാണ് സൊല്യൂഷൻ, സുപ്രീം കോർട്ടിൽ എല്ലാവരും പോവുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 2023-24-25 സമയത്ത് കേസ് കൊടുത്ത ഭാരതീയറിലുള്ള വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി പറയുന്ന ഒരേ ഒരു കാര്യം, സുപ്രീം കോർട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്, ഞങ്ങളല്ല. സുപ്രീം കോടതി വിധി വരും വരെ കാത്തിരിക്കുക എന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതിലൊന്നും ഒരു മിസ്റ്റേക്ക് പോലും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് ഒരു മിസ്റ്റേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ അണ്ണാമല വിദ്യാർത്ഥികളായാലും ഭാരതീയർ വിദ്യാർത്ഥികളായാലും ഇപ്പോൾ PSC റേറ്റ് ചെയ്യുമ്പോൾ നേരെ കേരള ഹൈക്കോർട്ടിലാണ് പോകുന്നത്. കേരള ഹൈക്കോർട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. കേരള ഹൈക്കോർട്ടിൽ പോകുമ്പോൾ കേരള ഹൈക്കോടതിക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോർട്ടിലാണ് കേസ് ഇരിക്കുന്നത്. നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഇരുന്നപ്പം അത് സുപ്രീം കോടതിയിൽ ഒന്നും കേസ് പോയിട്ടില്ല. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വെച്ച് അറ്റാച്ച് ചെയ്ത് കേരള ഹൈക്കോടതിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. 2023 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതി വിധി വന്നു. അതിനുശേഷം UGC സുപ്രീം കോർട്ടിൽ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ പോയി. അപ്പോൾ കേരള ഹൈക്കോടതിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി UGC പോയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് ഏകവഴി. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് എല്ലാവർക്കും ഏകവഴി. ഇനി പലരുടെ വിചാരം UGC ഉടനെ തന്നെ എല്ലാവർക്കും പൊതുവിധി കൊണ്ടുവരുന്നു. ഒരു കേസിൽ പോലും, എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. സിക്കിം മണിപ്പാൽ കേസിൽ വിദ്യാർത്ഥികളാണ് പൈസ മുടക്കി ഗ്രൂപ്പായിട്ട് പോയി UGCയെ തോൽപ്പിച്ച് പൊതുവിധി കൊണ്ടുവന്നത്. അതേപോലെ അണ്ണാമല വിദ്യാർത്ഥികളും ഭാരതീയരായാലും അവരവരെ പൈസയെ മുടക്കി അവരവർ സുപ്രീം കോർട്ടിൽ പോയാലേ, വക്കീലിനെ വെച്ചാലേ പൊതുവിധിയോ അല്ലെങ്കിൽ എൻട്രിങ് ഓർഡർ, പ്രൊട്ടക്ഷൻ ഓർഡറെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ. അല്ല UGC ആർക്കും ഒന്നും കൊണ്ടു തരില്ല. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, പലരും ഇപ്പോൾ 2025 ഹൈക്കോർട്ടിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസും അവസാനം അത് പുതിയ കേസാണ്. അതും കുറച്ച് ദിവസം കഴിയുമ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയാണ് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റ് വരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഭാരതീയർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് പറഞ്ഞത്? അതിൽ ജഡ്ജ്മെൻറ്റ് വന്നു 2023 അഴീർ എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. അപ്പോൾ 2025 ഫെബ്രുവരി 12 ആയപ്പോൾ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു ഹൈക്കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയാണ് ഏകവഴി.
ഇതിൽ ഹൈക്കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, സുപ്രീം കോടതിയിൽ കേസ് ഇരിക്കുന്ന സ്ഥിതിക്ക്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ട്രിബ്യൂണലാ കേരള ഹൈക്കോടതിയോ വിചാരിച്ചാൽ പോലും ഇവിടെ ഒന്നും നടക്കില്ല. കാര്യം സുപ്രീം കോടതി ഇരിക്കുന്ന കേസാണ്. അതേപോലെ മിനിസ്റ്റേഴ്സ് വിചാരിച്ചാലോ എം പിമാർ വിചാരിച്ചാലോ ഒരു കാര്യം ഇവിടെ അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ചാലും ഭാരതീയരെ സംബന്ധിച്ചാലും ഒന്നും നടക്കില്ല. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിൽ സുപ്രീം കോടതി തന്നെ വിധി പറയണം. എന്നാൽ മാത്രമേ അണ്ണാമലയുടെ ആയാലും ഭാരതിയാറിൻ്റെ ആയാലും പെരിയാറിൻ്റെ ആയാലും ഭാരതിദാസിൻ്റെ ആയാലും മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആയാലും ഡിഗ്രികൾ വാലിഡ് ആകുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടി. ഫണ്ടില്ലാത്തത് കാരണമാണ് കേസ് ഇപ്പോൾ ഇഴഞ്ഞു പോകുന്നത്. 2.5 ലക്ഷം രൂപ ഞങ്ങൾ വക്കീലിന് കൊടുത്തിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി ചെലവിനായി. ഞങ്ങൾ മാക്സിമം എല്ലാം ചെയ്തു കഴിഞ്ഞു. 7 ലക്ഷം രൂപയാണ് സീനിയർ അഭിഭാഷകന് കൊടുക്കേണ്ട തുക. ടോട്ടലായിട്ടാണ് ഞാൻ പറയുന്നത് 7 ലക്ഷം രൂപ. UGC വെബ്സൈറ്റിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ അവർ ചോദിക്കുന്ന എമൗണ്ട്, അതിൽ 2.5 ലക്ഷം രൂപ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി 5 ലക്ഷം രൂപ വേണം. അത് എല്ലാവരും സഹകരിച്ചാലേ കാര്യം നടക്കും, അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭീമമായ തുക ഞങ്ങൾക്ക് കൊടുക്കാൻ എന്തായാലും നിവൃത്തിയൊന്നുമില്ല. അണ്ണാമല വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേസിന് പോയത് ഇന്ത്യയിൽ നിന്നും ഞങ്ങളാണ്. താല്പര്യമുള്ളവർക്ക് 2000-ഓ 5000 രൂപയോ തരാം പൊതുവിധി കൊണ്ടുവരാൻ വേണ്ടി. അല്ലെങ്കിൽ എല്ലാവർക്കും ഹർജിക്കാരായിട്ട് ഞങ്ങളുടെ കൂടെ വരാം. ഹർജിക്കാരുടെ എമൗണ്ട് 50,000 രൂപയാണ്. സുപ്രീം കോർട്ടിലെ ഹർജിക്കാർക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി ചിലവിനായി ഹർജിക്കാർ താല്പര്യമുള്ളവർ പൈസ തരേണ്ടതാണ്. 50,000 രൂപയാണ് ഞങ്ങളിപ്പോൾ ആക്കിയിട്ടുള്ളത്. കോടതിയിൽ ചിലവിന് വേണ്ടിയാണ് ഇത്ര എമൗണ്ട്. ആവശ്യമുള്ളവർ വന്നാൽ മതി. കാര്യം പലരുടെയും ജോലി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു, പ്രൊമോഷൻ കിട്ടുന്നില്ല, പൈസ തടഞ്ഞു വച്ചിരിക്കുന്നു ഗവൺമെൻറ്. ഇങ്ങനെ ഒരുപാട് അലിഗേഷനുണ്ട്. ഭാരതീയറിനും ക്രമേണ ഇങ്ങനെ വിഷയങ്ങളുണ്ടാകും. അതാണ് അവസ്ഥ. അല്ല UGC കേസ് നോക്കിക്കൊണ്ടിരുന്ന 10-20 വർഷം കഴിഞ്ഞിട്ടാണ് UGC കേസ് വരുന്നത്. അതും ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ UGC കേസിന് പോയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പത്തെ യാഷ്പാൽ കേസിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവരുടെ ഭാഗമാണ് കറക്റ്റായിട്ടിരിക്കുന്നത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് PSCയിൽ കയറിയവരുടെ ഡിഗ്രിയും ഇൻവാലിഡാണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി ഇരിക്കുന്നവരെ അതും സേഫല്ല. പലരും നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു സംശയമാണ്, ഞങ്ങൾ ജോലിയിലുണ്ടല്ലോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അംഗീകാരമില്ലാത്ത ഡിഗ്രി ആരെടുത്താലും അത് വ്യാജ ഡിഗ്രിക്ക് തുല്യമാണ്. ജോലിയിൽ കയറിയവർക്കും പിന്നെ അവരുടെ പൈസ കട്ടാവും, പിന്നെ പൈസ പിടിച്ച് വയ്ക്കും ഗവൺമെൻറ്. അങ്ങനെയൊക്കെ ഒരുപാട് അലിഗേഷനുണ്ട്. ഇനി അവർക്കെതിരെ ആരെങ്കിലും കേസിന് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അങ്ങനെയൊക്കെ നിയമപരമായിട്ട് ഒരുപാട് കുരുക്കുകളുണ്ട്. ഒന്നുകൂടെ ഒരു കാര്യം പറയാം, ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതി പോകുന്നവരടുത്ത് എല്ലാം ഡയലോഗ് കേരള ഹൈക്കോടതി അവസാനം ജഡ്ജ്മെൻറ്റ് പറയുമ്പോഴാണ് പറയുന്നത്. സുപ്രീം കോടതിയിലാണ് എല്ലാം. അത് നമുക്ക് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ പോരെ. നിങ്ങൾ കേരള ഹൈക്കോടതിയിലെ ഏതെങ്കിലും ലോയറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരിപ്പോൾ ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം. ഒരു 50-60 രൂപയ്ക്കകത്ത് ആവും. അതോടെ ഇവിടെയും കേസ് പറയണം, ഇവിടെ കേസ് തള്ളുമ്പോൾ സുപ്രീം കോടതിയിലും പോകും. ആ അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആ പൈസയും പോവും, സമയവും പോവും, വർഷവും കടന്നു. ഒന്നെങ്കിൽ സുപ്രീം കോർട്ടിൽ ഞങ്ങളുടെ കക്ഷി ചേരുക എല്ലാവരും വന്ന്, അല്ലെങ്കിൽ എല്ലാവരും UGC കേസ് നോക്കി ഒരു 20 വർഷമോ 30 വർഷമോ കാത്തിരിക്കും, അല്ലെങ്കിൽ വേറെ ഡിഗ്രി പോയി ചെയ്യുക. ഇതാണ് സൊല്യൂഷൻ. അണ്ണാമലയടുത്തും ഭാരതീയർക്കാരടുത്തും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന മറ്റ് സർവകലാശാലകളിൽ പഠിച്ചവരടുത്തും എനിക്കിതാണ് പറയാനുള്ളത്. നിലവിൽ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതി കേസ് കൊടുത്തു, അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നവരെ മദ്രാസ് ഹൈക്കോടതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് പോകണമെങ്കിൽ ഫണ്ട് തന്നെ വേണം. ഫണ്ടില്ലാത്ത പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആദ്യ സമയത്ത് പൊതുവിധി കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തു വന്നിരുന്നത്. ആരും ഫണ്ട് തരാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന നിലയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. നിലവിലെ ലോയറിന് കൊടുക്കാനുള്ള ഫണ്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഈ ഫണ്ടാകുമ്പോഴേ കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് മുമ്പോട്ട് ഓടും. ഫണ്ട് കൊടുത്താലേ സുപ്രീം കോർട്ടിലെ 7 അഡ്വക്കേറ്റുമാർ ഹാജരാവും. അതനുസരിച്ച് മുമ്പോട്ട് പോകും. ഇല്ലാത്ത പക്ഷം കേസ് തള്ളാതിരിക്കാം. കേസ് തള്ളിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കല്ല, അത് വിദ്യാർത്ഥിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഒരു കൂട്ടായ്മയില്ലാത്തതാണ് ഇവിടെ പ്രശ്നമുള്ളത്. സുപ്രീം കോർട്ടിൽ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് തള്ളിക്കളഞ്ഞ 4 വർഷത്തെ കഠിനമായിട്ടുള്ള പരിശ്രമമാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ എഫർട്ട് ഒന്നുമല്ലാതെ അങ്ങ് തീരും. ഇത്രയും ദിവസം മുമ്പോട്ട് പോയത് ആ ഒരു വിഷമവും ഞങ്ങൾക്കുണ്ട്. ഫണ്ട് തന്നെ വേണം, അല്ലാത്ത പക്ഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഫണ്ടില്ലാത്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ലോയർമാർക്ക് ഫണ്ട് കൊടുത്താൽ അവർ കോടതിയിൽ ഹാജരാകും. ഇപ്പോൾ ഇത്ര 4 വർഷം ആവൂലായിരുന്നു. എല്ലാവരും ഫണ്ട് തന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ പൊതുവിധി കൊണ്ടുവരുമായിരുന്നു. പൊതുവിധി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഓർഡർ എന്ന നിലയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള വേറെ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അത്യാവശ്യക്കാർ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരാൻ താല്പര്യമില്ലാത്തവർ സ്വന്തമായിട്ട് സുപ്രീം കോടതിയിൽ പോയി 10-30 ലക്ഷം രൂപ മുടക്കി ഓർഡർ എടുക്കുക. ഞങ്ങൾ വെറും 7 ലക്ഷമാണ് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ സഹകരിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കൂടെ സഹകരിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് ഹർജിക്കാരായിട്ട് വരാം, കക്ഷിയായിട്ട് ചേരാം. 50,000 രൂപയാണ് ഹൈക്കോടതി സുപ്രീം കോടതി ചിലവ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ പൊതുവിധി കൊണ്ടുവരണമെങ്കിൽ എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ ഒരു 2,000 അല്ലെങ്കിൽ മാക്സിമം 5,000 അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ജോയിൻ ചെയ്യാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ്.